ഇന്ന് ഡാൻസ് പ്രോഗ്രാമുള്ളൊരു ദിവസമാണ്. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 7:30 അതിനൊരു കാരണമുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യണം. ഓരോന്നായിട്ട് ചെയ്യുവാണ്. മിറ്റടിച്ച് ചായ ഉണ്ടാക്കി, നമുക്കറിയാം ഒരു വീട്ടിൽ എന്തൊക്കെ പണികളുണ്ടോ അതെല്ലാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ബിരിയാണിയാണ് കേട്ടോ. അത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയതല്ല, ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ബിരിയാണി ചൂടാക്കണതാണ്, എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതെല്ലാം വാഷിംഗ് മെഷീനിലാണ് അലക്കിയത്. എല്ലാം വിരിക്കുവാണ് എടുത്ത്. അങ്ങേറ്റം മുതൽ തുണിയുണ്ട്. ഇത് അമ്മയുടെ വീടിൻ്റെ പുറകുവശമാണ്, അത് പണിതുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം അകത്തുനിന്ന് നോക്കിയപ്പോൾ ഇതേ കുറച്ച് തുണികൾ മടക്കാൻ കിടക്കും. അപ്പം എല്ലാം മടക്കി വയ്ക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കി റെഡിയായി അങ്ങ് പോയാൽ മതി. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണത് എനിക്കിഷ്ടമല്ല. ഞാനെല്ലാം ചെയ്ത് എല്ലാം അടുക്കി വെച്ചിട്ട് മാത്രമേ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മാക്സിമം എന്നെ കൊണ്ടും പറ്റണേൻ്റെ മാക്സിമം ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ പൊടിയൊന്നും ഇല്ലയെന്ന് തോന്നും. പക്ഷെ അടിച്ചു വാരി വരുമ്പോൾ നല്ല പൊടിയൊക്കെ ഉണ്ട് വീട്ടിൽ. എപ്പോഴും അടിച്ചു വരുന്ന ആളാണ് ഞാൻ. ഇനി കുറച്ച് ചോറ് വയ്ക്കണം. കാരണം ഇവർക്ക് 3 പേർക്കും, ചേട്ടനും പിള്ളേർക്കും കഴിക്കണമല്ലോ ചോറ് ഉച്ചയ്ക്ക്. ഞങ്ങൾക്ക് പിന്നെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വരാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ഫുഡ് അവിടെ നിന്ന് തന്നെയായിരിക്കും. പിന്നെ നൈറ്റ് ഫുഡ് ഉറപ്പായിട്ട് അത് അമ്പലത്തിൽ പ്രോഗ്രാമിന് അവിടെ നിന്ന് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഫുഡ് അവിടെ ഉണ്ടാവും അമ്പലത്തിൽ. ഉച്ചത്തേക്കുള്ളതാണ് ഞാൻ വയ്ക്കണത്. കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. രാത്രിയും കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോഴത്തേക്കും മൂത്ത ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ അവന് ഇത്തിരി ബിരിയാണി കൊടുക്കുവാണ്. ഇനി നമ്മുടെ ഓർണമെൻറ്റ്സും സാധനങ്ങളും ഡ്രസ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണ്. എല്ലാം ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം പോണതിന് മുമ്പ്. അല്ലെങ്കിൽ രണ്ടാമത് വീട്ടിൽ നിന്ന് അടുത്ത ആൾ കൊണ്ടുവരേണ്ടി വരും. ഇത് ഡ്രസ്സ്, ഞങ്ങളെല്ലാവരും ഡ്രസ്സ് റെൻറ്റിനാണ് എടുക്കണേ. അപ്പോൾ ഇന്നലെ കിട്ടിയുള്ളൂ. അളവ് നോക്കിയപ്പോൾ ഇത് ഇത്രയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയാണ് എനിക്ക് ഷേപ്പ് തന്നെ. ഞാൻ അവിടെ വരെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു കയറ്റം കയറി ഇറങ്ങണം. പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേട്ടൻ അച്ചിങ്ങ കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു തോരനും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. ഇതാണ് അപ്പോൾ എൻ്റെ മേക്കപ്പ് ഔട്ട്ഫിറ്റ്. ഇത് ഇട്ടിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഈസി ആയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പം. ഇതുപോലെ ഷർട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോൾ സമയം 10:30 10 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം. എല്ലാം സാധനങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ്റെ അവിടെ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, എല്ലാ സെറ്റുകളും എല്ലാം കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഡാൻസ് എല്ലാം സെറ്റിട്ട് ഒക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് പിള്ളേർ മാത്രമേ മേക്കപ്പിന് വന്നിട്ടുള്ളൂ. കാരണം എല്ലാവർക്കും ഇന്ന് എക്സാമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളോട് എല്ലാവരോടും വരാൻ പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് ലുക്ക്. നമ്മുടെ എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന മേക്കപ്പ് മാൻമാരാണ് എല്ലാം. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി. നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്യും. നല്ല ഭംഗിയായിട്ട് പിരിവൊക്കെ എഴുതിയിട്ടുണ്ട് ചേച്ചി. 4-5 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും വന്നവരെ എല്ലാവരുടെയും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റത്തിരിക്കുന്ന ചേച്ചിയാണ് ഫസ്റ്റ് സ്റ്റേജ് മേക്കപ്പ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പുട്ടിയെല്ലാം ചെയ്തു തരുന്നത്. പിന്നെ കുറച്ച് പേര് മുടി കെട്ടാനും എല്ലാം ആയിട്ടുണ്ട്. ചേച്ചി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും എക്സ്പേർട്സാണ് മേക്കപ്പിൻ്റെ കാര്യത്തിൽ. വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ചേച്ചി. നല്ല ഭംഗിയായിട്ട് എനിക്ക് കണ്ണൊക്കെ എഴുതി തരുന്നുണ്ട്. എൻ്റെ കണ്ണ് ഇത്തിരി ഉള്ളിലോട്ടുള്ള കണ്ണാണ്. അത് മാക്സിമം ചേച്ചി നന്നായിട്ട് എഴുതിത്തരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ലപോലെ വാലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എഴുതി തരുന്നുണ്ട് ചേച്ചി. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ മുടിയൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ കളറ്? മുടി കണ്ട കളർ ചെയ്തതുപോലെയല്ലേ തോന്നുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും എടുത്ത് കാണുക. കൂട്ടത്തിലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണം. അപ്പം നമ്മുടെ കണ്ണൊക്കെ എഴുതി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. നല്ലപോലെ വാലൊക്കെ ഇട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ചേച്ചി. ഇനിയുണ്ട് കുറേ, ഫേസിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മുടി കെട്ടാനുണ്ട്. അങ്ങനെ കുറേ സമയം എടുത്ത് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഡാൻസിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അവരെന്തൊക്കെ മേക്കപ്പ് സാധനങ്ങളാണ് ഉപയോഗിക്കണതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഹെയർ കെട്ടാനുണ്ട്. ഈ മൂക്കുത്തി എൻ്റെ സ്വന്തമാണ് കേട്ടോ, വലിയ മൂക്കുത്തി. നമ്മൾ ഹെയറൊക്കെ കെട്ടി. ഇത് ഡാൻസ് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ടൈം ആവറായി. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. നമ്മളൊരു ട്രാവലറിലാണ് പോണത്.
കുന്നഞ്ചിറങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം അല്ലപ്ര, അവിടെയാണ് കേട്ടോ ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. 52 കുട്ടികൾ ഇന്ന് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ദ്രൗപദി. അതിലൊരു ചെറിയൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. ആനങ്കിടുന്ന പെണ്ണിനെയും അവളുടെ കണ്ണീരിനെയും കണ്ടു രസിച്ചത് മതിയായെങ്കിൽ കേൾക്കും. ഈ പകിടകളത്തിൽ പാഞ്ചാലിയെ പണയം വെച്ച യുധിഷ്ഠിര, ഇത് കണ്ടിട്ടും നിന്റെ കൈകൾ അനങ്ങിയില്ലല്ലോ ഭീമസേന. ഞങ്ങൾ 4 പേരാണ് ഒരു ടീം. വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. എൻ്റെ കൂടെ നിൽക്കുന്നത് സാന്ദ്ര, ഞങ്ങളുടെ ശിവൻ. ഇതൊക്കെ ഹൈലൈറ്റഡ് ഐറ്റംസ് തന്നെ ആയിരുന്നു. ബട്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് എൻ്റെ മോൻ എടുത്തത് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി അറിയാതെ. ഇതുകൂടാതെ അയ്യപ്പൻ, അതുപോലെ അഘോരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് പക്ക ക്ലാസിക്കലായിട്ടുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ള വൈബാണ് ഈ കാണുന്നത്.